ഹായ്, രണ്ട് കിടിലൻ ചോദ്യങ്ങൾ പരിചയപ്പെടുത്തി തരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കും. ഇന്റഗ്രൽ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ്. ഇതെങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുക? ആക്ച്വലി നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സംഭവം ഞാൻ പറയട്ടെ. ഈ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എന്ന് പറയുന്നത് കോസ് 2എക്സിന്റെ എക്സ്പാൻഷനാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സിന് പകരം കോസ് 2എക്സ് എന്ന് എഴുതി കൂടെ? അപ്പോൾ കോസ് 2എക്സ് ഡി എക്സ്. ഇനി സിമ്പിളാ. കോസ് എക്സിന് ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്താ? സൈൻ എക്സ്. അപ്പോൾ കോസ് 2എക്സിന് ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്തായിരിക്കും? സൈൻ 2എക്സ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, എക്സിന്റെ കോയിഫിഷ്യന്റ് ഇവിടെ 2 ആയതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു 2 കൊണ്ട് ഡിവൈഡ് കൂടിയും ചെയ്യണം. അവസാനം എന്തിട്ട് കൊടുക്കുക? പ്ലസ് സി. സിമ്പിൾ അല്ലേ? വലിയ പ്രശ്നമൊന്നുമില്ല. ഇനി അടുത്ത ചോദ്യം നോക്കും. ഇ റൈസ് ടു എക്സ് ബ്രാക്കറ്റിൽ 1 പ്ലസ് ടാൻ എക്സ് ടാൻ സ്ക്വയർ എക്സ്. ഇതിന്റെ ഇന്റഗ്രലാണ്. ഇത് നിങ്ങൾ പഠിച്ചൊരു പ്രോപ്പർട്ടിയാണ്. ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സ് എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് ആണെങ്കിൽ ആൻസർ ഈസ് ഇ റൈസ് ടു എക്സ് എഫ് ഓഫ് എക്സ്. സിമ്പിൾ ആണ്. അങ്ങനെയാണ് നോക്കി. ഇവിടെ ഒരു ഫംഗ്ഷൻ നിങ്ങൾ കാണാൻ പറ്റണം, അതിന്റെ ഡെറിവേറ്റീവും കാണാൻ പറ്റണം. ഞാൻ ചെറിയൊരു ട്രിക്ക് യൂസ് ചെയ്തിട്ട് ഇ റൈസ് ടു എക്സ് ട്രിക്ക് ഒന്നുമല്ല, ടാൻ എക്സ് ഇങ്ങനെ തന്നെ എഴുതി, ഈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് അടുത്തതും എഴുതി. ഓക്കെ, ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് റീഅറേഞ്ച് ചെയ്തു. ഇനി നിങ്ങൾ പറയണേ, ഈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി സീക്ക് സ്ക്വയർ എക്സ് ആ. കാരണം സീക്ക് സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ എക്സ് 1 ആ. അപ്പോൾ നമുക്ക് 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സിന് എങ്ങനെ എഴുതാം? സീക്ക് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞു എഴുതാം. അങ്ങനെയാണ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിന് പകരം ഞാൻ മാറ്റിയിട്ട് ഇ റൈസ് ടു എക്സ് ഇൻറ്റു ടാൻ എക്സ് പ്ലസ് സീക്ക് സ്ക്വയർ എക്സ് എന്നാക്കി മാറ്റിയത്. സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ്. ഇനി നോക്കിക്കേ, ഇത് ടാൻ എക്സ് ഫംഗ്ഷൻ, അതായത് എഫ് ഓഫ് എക്സ്. ഓക്കെ, ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് അല്ലേ ഇതാ ഈ സീക്ക് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ? ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് അല്ലേ സീക്ക് സ്ക്വയർ എക്സ്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇ റൈസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് ആണെങ്കിൽ ആൻസർ ഈസ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് അല്ലേ? അതാ നോക്ക്, ഇ റൈസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് ഡി എക്സ് ആണെങ്കിൽ ആൻസർ ഈസ് ഇ റൈസ് ടു എക്സ് എഫ് ഓഫ് എക്സ് പ്ലസ് സി. സോ നമ്മുടെ ഇതിന്റെ ആൻസർ വരുന്നത് ഈസി ആയിട്ട് ഇതിന്റെ ആൻസർ പറഞ്ഞേ, ടാൻ എക്സ് ഫംഗ്ഷന്, അതിന്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ എക്സ്. സോ ആൻസർ ഈസ് ഇ റൈസ് ടു എക്സ്, ഫംഗ്ഷൻ എന്താ? ടാൻ എക്സ്. അപ്പോൾ ഇ റൈസ് ടു എക്സ് ടാൻ എക്സ്, സോറി ഇന്റഗ്രൽ വേണ്ട കേട്ടോ, ഇ റൈസ് ടു എക്സ് ടാൻ എക്സ് പ്ലസ് സി. ഇതാണ് ആൻസർ. സിമ്പിൾ അല്ലേ? അപ്പോൾ രണ്ട് ചോദ്യങ്ങൾ പഠിക്കട്ടോ. ബൈ.